കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ക്ലിനിക്കിലേക്ക് ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകനാണ്. 49 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. തൻ്റെ സ്കൂൾ വരാന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ക്ഷീണവും ഒരു തലകറക്കവും അതുപോലെ തൻ്റെ വലത് കൈയിനും കാലിനും ഒരു കുഴച്ചിൽ അനുഭവപ്പെട്ടപ്പോൾ കൂടെയുള്ള അധ്യാപകർ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. BP നോക്കിയ സമയത്ത് അത് 200-ന് മുകളിലായിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെയും ഭയത്തോടെയും എന്നെ നോക്കി. കാരണം അദ്ദേഹത്തിന് ഇതിനു മുൻപ് ഒരിക്കലും ബ്ലഡ് പ്രഷർ ഇത്ര ഉയർന്ന ആളുകൾ വന്നിട്ടില്ല. BP-ക്ക് മരുന്ന് കഴിക്കുന്ന ആളുമല്ല. അദ്ദേഹത്തിന് പ്രമേഹമുണ്ട്, വേറെ അസുഖങ്ങൾക്കൊന്നും മരുന്ന് കഴിക്കുന്ന ആളല്ല. കുഴപ്പമില്ല, പേടിക്കണ്ട എന്ന 2 ആശ്വാസവാക്ക് പറഞ്ഞ് BP ചെറുതായിട്ടൊന്ന് കുറയാനുള്ള മരുന്നുകൾ ഞാൻ അദ്ദേഹത്തിന് നൽകി. അല്പനേരം കഴിഞ്ഞ് ബ്ലഡ് പ്രഷർ ഒന്ന് കുറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളിൽ പലതിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിന് പ്രമേഹമുണ്ട്, പക്ഷെ അത് നിയന്ത്രണത്തിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വല്ലാതെ കൂടാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാധാരണ നമ്മൾ നോക്കുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ റാൻഡം ബ്ലഡ് ഷുഗറും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗറും അല്ലാതെ പ്രത്യേകിച്ച് പരിശോധനകളൊന്നും അദ്ദേഹം നടത്താറില്ല. സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഇത്തരമൊരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം സംശയിക്കുക സ്ട്രോക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. രോഗിക്ക് രോഗലക്ഷണങ്ങൾ 24 മണിക്കൂറിന് മുൻപ് പഴയ പോലെ തന്നെ ആകുകയാണെങ്കിൽ അതിന് നമ്മൾ ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക് എന്നാണ് പറയുക. അതായത് അല്പനേരത്തേക്ക് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് രക്തയോട്ടം കുറയുന്നതിനെയാണ് ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക് എന്ന് പറയുക. സ്ട്രോക്കിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക്. എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തെ CT സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. CT സ്കാൻ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പുതിയ മാറ്റങ്ങളോ സ്ട്രോക്ക് വന്നതോ ആയിട്ടൊന്നും